സമാജത്തിൻ്റെ സഹപ്രവർത്തകരെ, എന്നോടൊപ്പം കളിച്ചും പിണങ്ങിയും പഠിച്ചും സതീർത്ഥ്യരായ എൻ്റെ പഴയ ചങ്ങാതികൾ വന്നിട്ട് അദ്ദേഹം പോയി. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നന്ദി പറയുകയാണ്. കാരണം എനിക്ക് അവാർഡുകൾ പലതും കിട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാലും എൻ്റെ സതീർത്ഥ്യൻ എനിക്കൊരു അനുമോദനം തരിക, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു പുതിയ മുഖം എനിക്ക് ഈ ദേശീയ അവാർഡിലൊന്നും അതിൻ്റെ അത്രയും ഒരു ഹൃദയത്വം കാണുന്നുമില്ല, എനിക്ക് ലഭിക്കുന്നുമില്ല. ഭാഷയെ സ്നേഹിക്കുന്നവരും അതിലുപരി എന്നെ സ്നേഹിക്കുന്നവരും എന്നോടൊപ്പമുള്ള ഈ പങ്കുവയ്പ്പിന് നിങ്ങളുടെ എല്ലാം ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നീക്കി വെച്ചിട്ട് ഞാൻ ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പാണ് ഓരോരുത്തർക്കും ഇൻവിറ്റേഷൻ അയച്ചത്. അപ്പൊ തീർച്ചയായിട്ടും തിരക്കുകൾക്കിടയിൽ മാഞ്ഞു പോകാവുന്ന ഒരു മെസ്സേജ് ആവുമോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെക്കാളും ഞാനും ചിലപ്പോ ഈ തേഞ്ഞു മാഞ്ഞു പോകുന്ന കൂട്ടത്തിലാണ്. എന്നെക്കാളും ആ മെസ്സേജിനെ ഓർമ്മിച്ച് വെച്ച് തിരിച്ചിന്ന് രാവിലെ ഒരു 4-5 കാള് വന്നു, ഇന്നാണല്ലോ ഫംഗ്ഷൻ എന്ന് കേട്ടു. ചില തിരക്കുകാരുടെ അടുത്ത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു, കാരണം അവരെന്നെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിച്ച് സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. മറ്റുള്ളവർക്കെല്ലാം ഞാൻ പറയാതെ തന്നെ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഒരു സുഹൃത്തിൻ്റെ ഫംഗ്ഷൻ അത് കൊള്ളണം എന്നുള്ള ഒരു ബോധം ഉള്ളവരാണ്. അതുകൊണ്ട് അവരെടുത്ത് ഞാൻ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ പറയാൻ ഉദ്യമിച്ചില്ല. അപ്പൊ ഹൃദയത്തോട് ചേർത്ത് എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, സുഹൃത്തുക്കളാകട്ടെ, ബന്ധുക്കളാകട്ടെ, സഹപ്രവർത്തകരാകട്ടെ, എൻ്റെ സതീർത്ഥ്യരാകട്ടെ, എൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷറാണ് ശ്രീമാൻ ഷിമു. അദ്ദേഹം അറിയപ്പെടുന്ന പഴയ വിൽപ്പാട്ട് കലാകാരൻ തലയൻ കേശവൻ നായർ എന്ന് പറയുന്ന വക്കീലിൻ്റെ മകൻ. അദ്ദേഹവും വക്കീലാണ്, നല്ല എഴുത്തുകാരനാണ്, കവിയാണ്, വിമർശകനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹവും സമയം നീക്കി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ വളരെ തിരക്കുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് നമ്മുടെ ഇതായിരിക്കുന്ന വിനോദ്. അദ്ദേഹം തെക്കല കൗൺസിലറാണ്. അദ്ദേഹം കൂടെ ഇവിടെ വന്ന് ഈ തിരക്കിൻ്റെ ഇടയിലും വന്നു നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ പ്രത്യേക സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി. അതുപോലെ അതായിരിക്കുന്നു നമ്മുടെ കൊല്ലങ്കോട് ഭാഗത്ത് നിന്ന് വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ കുടുത്തറ താമസിക്കുന്നു ഒരു വലിയ എൻ്റെ ഇപ്പോഴത്തെ ഡ്രോയിങ് സ്റ്റുഡൻ്റാണ്. അതായിരിക്കും മകനും അച്ഛനും വരുന്നു പടം വരച്ച് പഠിക്കാൻ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആറയാണ്. നമ്മളൊക്കെ ദൂരെ ഒന്ന് നോക്കി ഇങ്ങനെ സാറേ എന്നൊക്കെ പറഞ്ഞ് തൊഴേണ്ട കേസാണ്. പക്ഷെ ആ ഗൗരവമെല്ലാം വിട്ടിട്ട് വന്നിരുന്നു കൊച്ചു കുഞ്ഞിനൊപ്പം അദ്ദേഹത്തിൻ്റെ മകനൊപ്പം സംശയങ്ങൾ ചോദിച്ച് പഠിച്ച് അങ്ങനെ തൃപ്തിയായിട്ട് ഓരോ ദിവസവും, ആഴ്ചയിൽ 2 ദിവസമാണ് വരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സാമീപ്യം, ഞാനുമായിട്ട് കൾച്ചർ ചെയ്യുന്ന ഒരു സാമീപ്യമുണ്ട്. ഈ ചിത്രകലയിൽ എങ്ങനെയാണ് മുമ്പേറേണ്ടത്? കാരണം കുട്ടികൾക്ക് 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും അവരുടെ ഈ ചടുലതകളങ്ങ് മറക്കും. പക്ഷെ അദ്ദേഹം അതല്ല, കൃത്യമായിട്ട് പറയുന്ന ഓരോ പോയിന്റും ഗണ്യമായിട്ട് വെച്ച് അടുത്ത നിമിഷം ചിത്രതലത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസ് പ്രയോജനപ്പെടുത്തി എന്നെ തിരിച്ചു കാണിക്കും.
സാർ ഇത് ശരിയായോ, സാറിൻ്റെ ആശയവുമായിട്ട് ശരിയായിട്ട് വരുന്നോ? ഇന്നും ഒരു ചിത്രത്തിന് എടുത്തു വെച്ച്, കഴിഞ്ഞ ആഴ്ച വരച്ച ചിത്രത്തിന് എടുത്തു വെച്ച്, ഇത് ഞാൻ തന്നെ വരച്ചത് തന്നെയല്ലേ സാറേ, എനിക്കിത് ഫ്രെയിം ചെയ്ത് വെക്കണം. വീട്ടിൽ കുറേ ചിത്രങ്ങൾ വരച്ചു. അപ്പോൾ അദ്ദേഹവും ഇന്ന് ഈ തിരക്കിനിടയിൽ ഈ കൂട്ടത്തിൽ, ഈ അനുമോദന ചടങ്ങിൽ വന്ന് പങ്കെടുക്കാൻ സന്നദ്ധത കാണിച്ചു. അതുപോലെ ഇതായിരിക്കുന്നു സുരേഷ് വെട്ടിയറ, ബഹുമുഖ പ്രതിഭ, സംസ്ഥാന സർക്കാരിൻ്റെ വിൽപ്പാട്ട് പുരസ്കാരം. ഇപ്പം അടുത്ത കാലത്ത് വേറെ കിട്ടി, കുറേ പുരസ്കാരത്തിൻ്റെ ജേതാവാണ്. ഈ തിരക്കിനിടയിലും അദ്ദേഹം വന്നു. അതുപോലെ അരിമാന്നൂർ രതികുമാർ സാർ എന്നോടൊപ്പം ഡൽഹിയിൽ വരെയാണ് ദേശീയ അവാർഡ് വാങ്ങാൻ. ഇപ്പോൾ ഈ മാസം 9-ാം തീയതി ഇവിടുത്തെ അവാർഡിനും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ പാലക്കാട് ഷൊർണൂർ കലാകൈരളി പുരസ്കാരത്തിനും അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ഇതുപോലെ പല ബഹുമുഖ പ്രതിഭകൾ ഇതിന് വേണ്ടി സമയം നീക്കി വെച്ചു. അതുപോലെ എൻ്റെ വളരെ എൻ്റെ ഗുരുതുല്യമാണ്. എനിക്ക് വേണ്ട ഒത്താശകളും ഈ കവിയുടെ വഴികളെയും കവിതയുടെ അതിൻ്റെ സാരാംശങ്ങളെയും എല്ലാം എനിക്ക് ബോധ്യപ്പെടുത്തി സദസ്സിന് പരിചയപ്പെടുത്തി കൊടുത്ത് എന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രം നല്ല ഉദ്ദേശമുള്ള ഒരു മഹാകലാകാരൻ. അദ്ദേഹം ഒരു നല്ലൊരു മഹാകവിയാണ്. കേരളത്തിൽ ഉടനീളം കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ പാറശാലയ്ക്ക് അറ്റം, അതുപോലെ ഈ വാർഡിലുള്ള എല്ലാ മലയാളികളും കന്യാകുമാരി ജില്ലയിലും അദ്ദേഹം അറിയപ്പെടത്താറില്ല, ശ്രീ കരിക്കകം ശ്രീകുമാർ. അപ്പം അദ്ദേഹം ഈ സദസ്സിന് നേതൃത്വം വഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നു ഡോക്ടർ കെ സുന്ദരേശൻ സാർ. അദ്ദേഹം കലാമണ്ഡലത്തിൻ്റെ രജിസ്ട്രാറായിരുന്ന റിട്ടയർഡായ ആളാണ്. എന്നോടൊപ്പം അദ്ദേഹം നല്ല പ്രഭാഷകനാണ്. ഇപ്പോഴും ഔദ്യോഗിക ജീവിതം ഒരു പകുതിയൊക്കെ മാറ്റിയിട്ടുള്ളൂ. റിട്ടയർഡായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭയാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരു സമയം സർക്കാർ ഇപ്പോഴും റെസ്റ്റ് കൊടുക്കുന്നില്ല. ഇപ്പോഴും നമുക്ക് വെളിയിൽ പറയുന്നത്, പക്ഷേ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഇരുന്നാലും ചിലപ്പോൾ മോഷണം, അതുകൊണ്ടാണ് വെളിയിൽ പറയേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഈ തിരക്കിനിടയിലും ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ കടൽത്തരയിലെടുത്ത് മല്ലിട്ട് മണൽ വാരിയ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. കാരണം തിര വലിച്ചിങ്ങോട്ടിടുന്ന ഒരിടത്ത് മാത്രമേ നമുക്കത് കിട്ടിയുള്ളൂ. സാർ ആ സ്ഥലത്തിൻ്റെ കൊട്ടക്കോട്ടയ്ക്ക് ഞങ്ങൾ പോയപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ചുവപ്പ് മണൽ അരിച്ചു കയറുന്നുള്ളൂ. ഈ രണ്ടുപേരും ഇങ്ങനെ ഈ കൊക്ക് മീനിനെ നോക്കി നിൽക്കും പോലെ നിന്നു. ഇത് എപ്പോഴാണ് നമുക്കിത് കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വാഗപ്പതി തിര ഇങ്ങോട്ട് അടിച്ചെടുക്കുമ്പോൾ മണൽ കൊണ്ട് കയറ്റും. ഈ തിര തിരിച്ചു പോകുമ്പോൾ അതിനെ കൊണ്ടുപോകും. അങ്ങനെ ഒരു 4-5 തിരയെ നോക്കി നടക്കുകയില്ല. അപ്പൊ തിരയുടെ കൂടെ തന്നെ നമ്മൾ താഴെ പോയിട്ട് തിരിച്ച് മേലോട്ട് കയറി അങ്ങനെ അരിച്ചെടുത്ത് രണ്ടുപേരും കൂടെ. അത് മാത്രമല്ല, മുകളിൽ നല്ല നെരിവരി കൊള്ളുന്ന മഴയുമാണ്. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും നനയും ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല കുറച്ച് ചുവപ്പ് മണൽ എൻ്റെ കൂടെ വന്ന് ഇത് അത്രയും കളക്ട് ചെയ്ത് ഞാനിവിടെ അതിനെ ഭാഗമായിട്ട് തിരിച്ചെടുത്തു. ആ മണലൊക്കെ എടുത്തിട്ട് ഒരു 4 ചിത്രം അതിൽ നിന്ന് പോയി. അതിന് ഒരു ചിത്രത്തിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുമാരനാശാന്റെ സ്മാരകത്തിൽ, കായിക്കര സ്മാരകത്തിൽ വെച്ച് വരയ്ക്കാൻ ഞാൻ കൂടെ വരാം. മാഷ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ വന്നിരുന്ന് മണലിനെ തെള്ളി വൃത്തിയാക്കി തന്ന് പേസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് എൻ്റെ കൂടെ തമാശം പറഞ്ഞ് ബോറടിക്കാതെ ഒപ്പം ഇരുന്ന് അവിടെ വെച്ച് ഒരു കവിതയുടെ സൃഷ്ടി ഉണ്ടായത്. അങ്ങനെ എല്ലാത്തിനും കൂടെ എന്നോടൊപ്പം, അതാണ് ഈ നെഞ്ചോട് ചേർന്ന ചില ബന്ധങ്ങൾ, ഗാഠബന്ധങ്ങൾ, അത് വരച്ചെടുത്താലും മാറ്റാത്ത ഒരു ബന്ധമായിട്ട് ഇവിടെ ഇരിക്കുന്നു. അതുപോലെ മലയാള സമാജത്തിൻ്റെ എല്ലാമായ ജനറൽ സെക്രട്ടറി കാർത്തികേയൻ സാർ, അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഓഫീസിലെ ഭാരവാഹിയാണ്. അതിനെല്ലാം വിട്ടിട്ട് എനിക്ക് മുരുകൻ സാറിൻ്റെ ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 2:30 തന്നെ ഇവിടെ വന്ന് ഹാജരായിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ പുറപ്പെടും എന്നുള്ള അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഈ പങ്കെടുപ്പിനെ വളരെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ വളരെ തിരക്കുള്ള ആളാണ് കൊല്ലങ്കോട്, നമുക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതനായ പ്രസിദ്ധനായ അഭിഭാഷകൻ സാർ രാമേന്ദ്രൻ സാറ്. അദ്ദേഹം നമ്മുടെ രക്ഷാധികാരിയാണ്. എങ്കിലും ഇത്തരത്തിലുള്ള സോഷ്യൽ
ഒരു സ്റ്റേറ്റ്മെന്റിന് അദ്ദേഹത്തിന് പങ്കെടുക്കാനായിട്ടുള്ള സമയപരിധി ഒരുപാടുണ്ട്, പരിമിതികൾ ഒരുപാടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാൽ തന്നെ ഈ കേസും വഴക്കും അതിന്റെ വക്കാണവും അതിന്റെ ആൾക്കാരും അവരുടെ അടുത്ത് മറുപടി പറയുക, അതിനെ ചെകഞ്ഞെടുത്ത് പ്രസന്റ് ചെയ്യേണ്ട ഒരു അധിക ചുമതല ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ ബ്രെയിനാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാം മാറ്റി വെച്ചിട്ട് ഇടയ്ക്കൊരു നേരൊഴുക്ക് പോലെ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കുകൊള്ളാൻ അദ്ദേഹം കാണിച്ച സുമനസ്സിന് നന്ദിപൂർവം ഞാൻ ഹൃദയം കൊടുക്കുകയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചിട്ട്, ഇപ്പോൾ അടുത്ത കാലത്ത് ഈ നമ്മുടെ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ദളിത് സാഹിത്യ അക്കാദമി, ഈ ദളിത് സാഹിത്യ അക്കാദമി ഈ ഇന്ത്യ പൂര ഉള്ളതാണ്. ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം വരുന്ന നവംബർ 3-ാം തീയതി തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൽ കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട്